വിഷ്ണു പുതുശ്ശേരി കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിഷ്ണു, ആശുപത്രിയിലാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മൃതദേഹം അല്പസമയത്തിനകം മല്ലപ്പള്ളിയിലേക്ക് എത്തിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ദൂരമുണ്ട്, എത്ര സമയമെടുക്കും, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? കേരളത്തിൻ്റെ നൊമ്പരമായി മാറിയ അലീന് കേരളം ഒന്നാകെ വിട ചൊല്ലുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് അലീൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന മല്ലപ്പള്ളി ജോർജ് മാത്തൻ ആശുപത്രിയിലാണ്. ഇവിടെ പ്രാർത്ഥന കർമ്മങ്ങളൊക്കെ നടക്കുകയാണ്. അലിൻ്റെ മാതാപിതാക്കളടക്കം ഗ്രാൻഡ് ഫാദർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വൈകാര്യമായ നിമിഷങ്ങളാണ് ഈ ആശുപത്രിയിലും കാണുവാൻ സാധിക്കുന്നത്. പറക്കുന്നതിന് മുൻപ് അറ്റുപോയ ചിറകുമായാണ് അലിൻ ഈ ലോകത്തോട് വിട പറയുന്നത്. ആലിൻ എന്ന് പറയുന്ന കുട്ടി ഇവിടെ മരണം അടയുന്നുവെങ്കിലും 5 ആലിന്മാർക്ക് പുതുജീവൻ നൽകിക്കൊണ്ടാണ് ഈ കുട്ടി ലോകത്തോട് യാത്ര പറയുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മരണം പോലും ആലിൻ്റെ മുൻപിൽ തോറ്റു നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഓരോ ജനങ്ങളുടെയും കണ്ണിലേക്ക് നോക്കുമ്പോൾ വളരെ വൈകാരികമായ അവസ്ഥ തന്നെയാണ് നമുക്ക് ഈ ആശുപത്രി പരിസരത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. ആലിനെയും കുടുംബത്തെ അറിയാത്തവർ പോലും ഈ വാർത്തകൾ കേട്ടറിഞ്ഞ് ഇവിടേക്ക് ആലിനെ ഒരു നോക്ക് കാണുവാൻ, അവസാനമായി കാണുവാൻ വേണ്ടി ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ വൈദികരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ പൊതുദർശനത്തിനായുള്ള അവസരവുമുണ്ട്. ഏതായാലും 7:30 തന്നെ ഇവിടുന്ന് മൃതദേഹം പുറത്തേക്ക് ഇറക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 2 കിലോമീറ്ററോളം യാത്ര മാത്രമാണ് ഇവരുടെ വീട്ടിലേക്കുള്ളത്. വീട്ടിലേക്ക് ഏകദേശം 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റിനുള്ളിൽ തന്നെ എത്തിച്ചേരാൻ തക്ക വിധത്തിലുള്ള ദൂരം മാത്രമാണ് വീട്ടിലേക്കുള്ളത്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള പൊതുദർശനമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാരണം കൂടി വന്നാൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ വീട്ടിലെത്തിച്ചേരാനുള്ള ദൂരം മാത്രമാണ് ആശുപത്രിയും വീടുമായി തമ്മിലുള്ളത്. ഏതായാലും വൈകാര്യമായ നിമിഷത്തിലൂടെ തന്നെ മല്ലപ്പള്ളി നടന്നു നീങ്ങിയാണ്. നൊമ്പരമായി ആലിനെന്ന കൊച്ചു മാലാക മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളം ഒട്ടാകെ ആലിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, മല്ലപ്പള്ളിയെ സംബന്ധിച്ച് ഇന്ന് ഉത്സവത്തിൻ്റെ ദിനമാണ്. ആലുവ മണപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉത്സവം നടക്കുന്നത് തിരുമാലയുടെ ക്ഷേത്രത്തിലാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തെ പോലും മറന്നുകൊണ്ട് മല്ലപ്പള്ളി ഒന്നാകെ, കേരളക്കാരെ ഒന്നാകെ ഇവിടെ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ മല്ലപ്പള്ളിയുടെ ഖ്യാതി ലോകം മുഴുവൻ എത്തിച്ച ആലിൻ എന്ന ആ മിടുക്കിയെ അവസാന യാത്ര ചെയ്യുമ്പോൾ അവളെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി, പൂച്ചെണ്ടുകൾ അർപ്പിക്കുവാൻ വേണ്ടി കേരളം ഒന്നാകെ, മല്ലപ്പള്ളിക്കാരെ ഒന്നാകെ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. 7:30 ഇവിടുന്ന് മൃതദേഹം ഇറക്കിയാൽ ഏകദേശം ഒരു 8 മണിയോട് തന്നെ വീട്ടിലെത്തിച്ചേരും. അവിടെ പൊതുദർശനമുണ്ടാവും. ഇന്നലെ ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരെത്തി വീട്ടിലെത്തി അനുശോചനം അറിയിച്ചു. ഇന്നലെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ അവിടെ എത്തിയിരുന്നു. വളരെ നൊമ്പരപ്പെടുത്തുന്ന വാക്കുകളാണ് ചാണ്ടി ഉമ്മൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ലോകമുള്ള നാൾ വരെ ഉമ്മൻചാണ്ടിയെ എങ്ങനെയാണ് ലോകം വാഴ്ത്തുന്നത്, അതുപോലെ തന്നെ ആലിനെയും ലോകം വാഴ്ത്തും. ക്രിസ്തുവിനെ പോലെ ആലിൻ ആരാധിക്കപ്പെടും എന്ന് ഇന്നലെ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് ഏവരുടെയും കണ്ണു നിറച്ചിരുന്നു. ഏകദേശം പറക്കമുറ്റുന്നതിന് മുൻപ് തന്നെ നമുക്കറിയാം, ജന്മദിനമൊക്കെ ആഘോഷിക്കാൻ കുടുംബം ഉൾപ്പെടെ ഇങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് ആലിൻ ഈ ലോകത്തോട് വിട പറയുന്നത്. വളരെ വൈകാര്യമായ നിമിഷത്തിലൂടെ തന്നെയാണ് നാട് നടന്നു നീങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 7:30 തന്നെ മൃതദേഹം ഇവിടുന്ന് ഇറക്കും. ആശുപത്രിയുടെ ആദരവുണ്ടാവും. ഇവിടെയും വൈദിക ശ്രേഷ്ഠന്മാരുൾപ്പെടെ രാഷ്ട്രീയ സാമൂഹിക പ്രമുഖർ ഉൾപ്പെടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശേഷം ഇവിടുന്ന് മൃതദേഹം ഇറക്കി വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ പൊതുദർശനം ആരംഭിക്കും.